ഇപ്പൊ നമ്മുടെ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യക്കാർ ഒരുപാടായിട്ട് കുടിയേറ്റ സമ്പ്രദായം പോലെ കുടിയേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലോട്ട്. അവിടെയുള്ള ഇന്ത്യക്കാരെയും മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാരെയൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതിപ്പോ നമ്മൾ കണ്ടതാണ്, കുറച്ച് 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രമാത്രം ക്രൂരമായ രീതിയിലാണ് അദ്ദേഹം മലയാളികളോട് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളോടും പെരുമാറുന്നതെന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, കാനഡയും ഇതുപോലൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവൻ പറഞ്ഞു വിടുന്ന ഒരു രീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കൂടുതലായിട്ട് കാനഡ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോട്ടും മലയാളികളാണെങ്കിലും കൂടുതൽ പോകുന്നുണ്ട്. ജോലി അവസരത്തിനും അല്ലെങ്കിൽ കൂടുതലായിട്ട് വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പോകുന്നത്. അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ തന്നെ സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവനും പോകുന്നുണ്ട്. ഇപ്പോൾ നഴ്സുമാരാണെങ്കിലും ഒക്കെ കൂടുതലായിട്ട് കാനഡയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവിടുന്ന് എല്ലാ ഇന്ത്യക്കാരെയും പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ നമ്മളെ അത് എത്രമാത്രം ബാധിക്കും? അല്ലെങ്കിൽ അത് ഇപ്പോൾ ഈ പോയ വിദ്യാർത്ഥികളെ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. ഒരുപാട് പ്രശ്നം ഉണ്ടാകും. കാരണം ഇപ്പം അവരെ വിദ്യാർത്ഥികളെ ബാധിക്കുന്നത് പോലെ തന്നെ പാരൻസ്, അവരുടെ ഫാമിലി, ഇതൊക്കെ നല്ലോണം ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെ ആഗ്രഹങ്ങൾ, ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടിട്ടായിരിക്കും പോകുന്നത്. എല്ലാവരും ഈ പഠിക്കാൻ പോകുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ജോലി, അല്ലെങ്കിൽ പോകുമ്പം തന്നെ നമുക്ക് ഒരുപാട് ഇവിടുന്ന് റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. പൈസയും കാര്യവും, ചിലപ്പോൾ ചിലവർ പണയത്തിലൊക്കെ വെച്ച് വീടും അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറയുമ്പോൾ ഈ പോയവർ മാത്രമായിരിക്കില്ല, വീട്ടിൽ വേറെയും കുട്ടികളുണ്ടാവും. ഒരുപാട് ബാധ്യതകളായിരിക്കും ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് അവിടെ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അറിയില്ല, എന്നാലും എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എന്നുള്ളതാണ്. ഇപ്പോഴാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള ഒരുപാട് മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും പുറം രാജ്യങ്ങളിൽ ഒരുപാടുണ്ട്, അധിക രാജ്യങ്ങളിലും ഉണ്ട്. ഇന്ന രാജ്യം നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലാണ് ഇന്ന് മലയാളികൾ ഏറ്റവും കുറവ്. മറ്റ് ബംഗാളികളാണെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവരുടെ ഒരു എന്താ പറയാ പ്രവാസം എന്നുള്ള രീതിയിലാണ് ഇവിടെ അവർ വരുന്നത്. അതുപോലെയാണ് നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ കൂടുതലായിട്ടും പുറത്തോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കുട്ടികളെല്ലാവരും പഠിത്തം കഴിയാൻ വേണ്ടി, അല്ലെങ്കിൽ +2 കഴിയാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നേരെ ഒരു പഠിക്കാനാണെങ്കിൽ വിദേശത്തോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇപ്പോഴുള്ള കുട്ടികൾ മുഴുവൻ നിൽക്കുന്നത്? എങ്ങനെയെങ്കിലും പുറത്തോട്ട് പോകണം, കാനഡയോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ടൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അവസരങ്ങൾ കാണുന്നത് അവിടെയാണ്. നമ്മുടെ ഇവിടെ ഇല്ലാന്നോ എന്താ പറയല്ലേ, ഇവിടെ അവസരങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ സാലറി എന്ന് പറയുന്ന ഒരു എമൗണ്ടും ഇത്ര എന്നേ ഉള്ളൂ. നമ്മുടെ എത്ര പോയാലും ഇത്ര എമൗണ്ട്, അതിനപ്പുറത്തേക്കില്ല. ഇതിപ്പോ സർക്കാർ ജോലിയാണെങ്കിൽ ഇവിടെ തന്നെ ഫിക്സ്ഡ് ആണ്, ഇത്ര എമൗണ്ട് ആണ് എന്നുള്ളത്. അതും കിട്ടാൻ തന്നെ ഇപ്പൊ എത്രയോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ കേരളത്തിൽ. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഭയങ്കര രൂക്ഷമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടെ കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും പുറത്തോട്ട് പോകാനേ എല്ലാവരും ആഗ്രഹിക്കും. പുറത്തോട്ട് പോകുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും അവിടെ സെറ്റിൽ ആവാനേ ആഗ്രഹിക്കുന്നു, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് എന്തുകൊണ്ട് നമ്മൾ ശരിക്കും അത് ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ നിന്ന് പോകുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരോ കൂടുതലും അവിടെ തന്നെ നിന്ന് അവിടെ ഓക്കെ ആണെന്നുള്ള ഒരു രീതി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്തരം ഈ പറഞ്ഞ പോലെ ഇത്ര പൈസക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ഇവിടെ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒന്നാമത് ഇപ്പൊ എന്ത് ജോലിയാണെങ്കിലും ഏതാണ് ജോലി ഇപ്പം എല്ലാവരെയും ബോധിപ്പിക്കേണ്ട പോലെ ഒരു മാനസികാവസ്ഥയും ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാരുടെ ഇടയിലുണ്ട്. ഈ ഒരു 30-35 ഒരു ഏജിൽ വളരെ ബുദ്ധിമുട്ടാണ് ആൾക്കാരുടെ. നാട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എന്താ ചെയ്യുന്നേ, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞില്ല, എന്താ ഇത്രയും ഇനി എന്താ ജോലി കിട്ടാതെ, ജോലി ഒന്നും ആയില്ലേ, ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ എല്ലാവരും പോവാ പുറത്തേക്ക്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലേക്കാണെങ്കിലും ഒന്നുമില്ല, ജസ്റ്റ് പുറത്തു പോവുക, ജോലി ചെയ്യാം. ഇപ്പോൾ അങ്ങനെയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കേട്ടിട്ടാണ് ചില കുട്ടികൾ പോകുന്നത്. പഠിക്കാനാണെങ്കിലും എന്താണെങ്കിലും ജോലിക്കാണെങ്കിലും ഇതുപോലുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള അവസ്ഥകളാണെങ്കിലും അവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ളതില്ലല്ലോ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് നമുക്കാണെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ സർക്കാരാണെങ്കിലും എപ്പോഴും പറയുന്നത് കേരളം വിട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ പക്ഷെ അതിനകത്തുള്ള സജ്ജീകരണങ്ങളും ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കുറേ ഉണ്ട് നമ്മുടെ കേരളത്തിൽ. എല്ലാം നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. നമ്മൾ തന്നെ ആ ഒരു
അവിടുന്ന് ഒളിച്ചോടി പോകുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളത്. ഇപ്പം നമ്മുടെ അദാനി ആണെങ്കിലും തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ കൊണ്ടുവരാണ്. അതും മറ്റു രാജ്യങ്ങളിലുള്ള സ്കൂളുകളുടെ അതേ ഡെവലപ്മെന്റ്സും അതുപോലത്തെ ഒരു പഠന രീതിയുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ അദ്ദേഹത്തിന്റെ എയർപോർട്ടിന്റെ ആ ഒരു സൈഡിലായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരിക്കലും പുറത്തോട്ട് പോകാൻ പാടില്ല. അവിടെയുള്ള ഒരു വിദ്യാഭ്യാസ രീതി, നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയമായിരിക്കുന്നു. പക്ഷെ നമ്മുടെ കേരള സർക്കാരാണെങ്കിലും തന്നെ ആ ഒരു വിദ്യാഭ്യാസ രീതിയിൽ മാറ്റങ്ങൾ തികച്ചും എന്തെങ്കിലും ഒരു നിസ്സാരമായ എന്തെങ്കിലും മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, നല്ല രീതിയിൽ ഒന്നും വരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തരും ഈ നമ്മുടെ കേരളത്തിലാണെങ്കിലും പുരോഗമതി നമ്മുടെ കേരളത്തിൽ വരണം എന്ന് പറയുന്നത് അതിലാണ് കൂടെ വരേണ്ടത്. നമ്മളിപ്പോ റോഡ് വികസനം ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നാട് പല രീതിയിൽ പല കെട്ടിടങ്ങൾ കൊണ്ട് വികസിപ്പിക്കുന്നത് പോലെ വികസനം എന്നുള്ളത് ഇതിലേക്ക് വേണം. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അവരെന്ത് കാണണം. ഇപ്പൊ പലതും ഒന്നും പഠിക്കാനില്ല, എന്താണ് ഇപ്പൊ കത്തിക്കുത്ത് ഇതൊക്കെ അല്ലാണ്ട് എന്താണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കൂടുതലായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരണം. കുട്ടികളെ അല്ലാതെ ഇവിടെ പിടിച്ചു നിർത്താന്നുള്ളൊരു സംഭവം ഇല്ല. കാരണം അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല തലമുറേനെ. പുറത്തേക്ക് പോകേണ്ട വരും, അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്, ജോലി ചെയ്യണം. അപ്പൊ അപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഭീകരാവസ്ഥ തന്നെയാണ്. നമ്മൾ എല്ലാവരും പുറത്തു പോയി സെറ്റിലായി, അതിനുശേഷം നമ്മുടെ ഫാമിലിയൊക്കെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. ആ പ്രതീക്ഷകളൊക്കെ ഒരു ദിവസം കൊണ്ട് എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് തിരിച്ചു പോരണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പൊ അമേരിക്കയാണെങ്കിൽ ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കർശനമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് നടപ്പാക്കുന്നതും. കാരണം ഒരു ദയാദാക്ഷിണ്യം പോലും നമ്മുടെ മനുഷ്യരോട് കാണിക്കുന്നില്ല, പിരിച്ചുവിടുന്നത്. അതും ഒരു തരത്തിലുള്ള ഒരു ഫുഡ് പോലും കൊടുക്കാതെ അത്രയും ഭയങ്കര കുറ്റവാളികളെ പോലെ ആണ് കയറ്റിവിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഇവിടെ നിന്ന് കാനഡയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. കാരണം നമുക്ക് ഒരിക്കലും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയാൻ പറ്റില്ല. മറ്റു രാജ്യങ്ങളിൽ പോയാലും നമുക്ക് അവിടെ സ്ഥാനമില്ല എന്നതാണ് ഇപ്പൊ വരുന്ന കുറച്ച് വാർത്തകളായിട്ട്. നമ്മളിപ്പോ കേരളത്തിലുള്ളവർ തന്നെയാണ് പുറത്തു പോയിട്ട് ഒരുപാട് ഗവേഷണം ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവരെയൊക്കെ നമ്മള് കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി യൂസ് ചെയ്യുക? ഇന്ത്യയിൽ തന്നെ പറയേണ്ട കാര്യമില്ല, എത്രത്തോളം വലിയ വലിയ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ടായത്. സോ അത് നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച് ഇതേപോലുള്ള ഉദ്യോഗസ്ഥന്മാരെടുത്തോ അധികൃതരെടുത്തോ നമ്മൾ സംസാരിച്ച് അതൊരു നാളെയുള്ള ഒരു ഉപയോഗം കൂടെ ആക്കി എടുക്കണം. എല്ലാവരും കൂടെ ചേർന്ന് വളരെ ചിന്തിക്കേണ്ട കാര്യം അത്. എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലോട്ട് പോകുന്നു, അവിടെ എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ അത് എങ്ങനെ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് സർക്കാർ ഭയങ്കര ഗൗരവപൂർവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ട ആവശ്യം നമുക്ക് വരരുത്. നമുക്ക് സ്വന്തമായിട്ട് നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും ആരും നമുക്ക് കൂട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു രാജ്യക്കാരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് ഇവിടെ എന്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാം, മറ്റു രാജ്യങ്ങളിലുള്ളത് നമുക്ക് എങ്ങനെ ഇവിടെ പ്രാവർത്തികമാക്കാം. ഇപ്പൊ അദാനി ചെയ്യുന്നത് പോലെ CBSE പോലുള്ള സ്കൂളുകൾ എത്രമാത്രം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാം, എന്താ ആഗ്രഹിക്കുന്നു, ഫ്യൂച്ചറിൽ അവർക്ക് എന്താണ് വേണ്ടത്. അവർക്ക് ഒരുപാട് ടെക്നിക്കലി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ചിന്തിക്കുന്ന തലത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും. ചെറിയ ക്ലാസ് മുതലേ വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരിപ്പോഴേ പ്ലാൻ ചെയ്യുന്നത് പുറത്തുപോയി ഇങ്ങനെ സെറ്റ് ചെയ്യാം, പുറത്തുപോയി ഇത് ചെയ്യണം, ഏത് കോഴ്സ് പഠിക്കണം വരെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫുൾ അപ്ഡേഷൻ. ഏത് കോഴ്സ് പഠിച്ചാലും ഇന്ന രാജ്യത്തോട്ട് പോവാ, അല്ലെങ്കിൽ ഏത് ഭാഷ പഠിക്കണം, ഇപ്പോഴേ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അതൊക്കെ നിർത്തലാക്കിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ജോലി, അതിനുള്ള ഒരു എന്താ പറയുക ശമ്പളം, അതെല്ലാം നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഒരിക്കലും ഒരു സർക്കാർ ജോലി ആവരുത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ശരിക്കും പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ മന്ത്രി പറഞ്ഞ പോലെ ഒരിക്കലും നമ്മൾ സർക്കാർ ജോലി മാത്രം മുൻ കണ്ടിട്ട് ജീവിക്കാൻ പാടില്ല. അതാണ് എല്ലാം എന്ന് ചിന്തിക്കരുത്. കാരണം ബിസിനസ് ചെയ്യാൻ പഠിക്കണം നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ. ബിസിനസ് കൊണ്ട് തന്നെയാണ് ഒരു രാജ്യം ഡെവലപ്പ് ആവുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ചിന്തിക്കണം. അതിൻ്റെതായുള്ള പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാ മേഖലയിലോട്ടും കുട്ടികൾ എത്തട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥ ഇനി നമുക്ക് വരാതെ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാവരും സെറ്റിൽ ആവട്ടെ, നമ്മുടെ കേരളം ഡെവലപ്പ് ആവട്ടെ എല്ലാം കൊണ്ടും.